ആരുടെയും ഒരു സ്വാതന്ത്ര്യത്തിൽ ഞാൻ കൈകടത്തുന്നില്ല. നിയമ നടപടി ഇല്ല. എന്റെ പ്രസ്ഥാനമാണ്. ഉമാ തോമസ് MLA ആണ് ഇപ്പോൾ പ്രതികരിച്ചു. ഉമാ തോമസ് MLAക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം, വെട്ടുകിളി ആക്രമണം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അത് കൂടുതൽ ആളുകൾ ഇല്ലാത്തുള്ളതാണ്. കൂടിപ്പോയാൽ ഒരു 150-200 പേർ. പെയ്ഡ് PR വർക്കാണ്, നേരിട്ടറിയാവുന്ന കാര്യമാണ്. പല ഏജൻസികളെയും ഏൽപ്പിച്ച് കുത്തിയിരുന്ന് എഴുതുകയാണ്. വിദേശത്തു നിന്നൊക്കെ എത്ര മെസ്സേജുകളാണ് വരുന്നത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, മെസ്സഞ്ചർ അങ്ങോട്ട് തുറന്നു നോക്കിയാൽ കാണാം. തെറിവിളിയുടെ പൂർവ്വ ഒരു കാര്യം നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ, പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ചോളൂ, ഇത് ഇവർ ചെയ്തു കൂട്ടുന്നത് നമ്മളൊക്കെ ഇത് താങ്ങും. കാര്യം ഇതൊക്കെ എത്രയോ ശീലമുള്ളതാണ്. ഈ ഒരു വാർത്ത ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ പ്രസ്ഥാനത്തിനോ എതിരെയായ വാർത്ത മാറിപ്പോകുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെയാണല്ലോ വാർത്ത തന്നെ ജനിക്കുന്നത്. സ്ഥിരമായിട്ട് അങ്ങനെ ആവില്ല. മറുഭാഗത്ത് വരുമ്പോൾ അവിടെയും വെട്ടുകളികളുണ്ടാവും. പക്ഷെ ഇതിത്തിരി കടന്നുപോയി. ഉമാ തോമസ് MLA ആണ്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ചില വാചകങ്ങളുണ്ട്, പറയാൻ പോലും പറ്റില്ല. അതാണ് അവസ്ഥ. അതേപോലെ താരയ്ക്കെതിരെ എഴുതിയിരിക്കുന്നത് കേട്ട അറയ്ക്കുന്ന കാര്യങ്ങളാണ്. വെർബൽ റേപ്പ് എന്ന് പ്രേക്ഷകർ കേട്ടിട്ടുണ്ട്. വാക്കുകൊണ്ട് റേപ്പ് ചെയ്യുക. ഒരാൾ ഓടി നടന്ന് പീഡിപ്പിക്കുന്നു, വേറെ ഒരു സംഘം വെർബൽ റേപ്പ് വഴി പീഡിപ്പിക്കുന്നു. ഇവരുടെയൊക്കെ പിടിയിൽ ഈ പാർട്ടി ആകരുതെന്ന് മാത്രമേ നമുക്ക് പ്രതീക്ഷയുള്ളൂ. പാവം ഉമാ തോമസിനെ പോലുള്ള ആളുകൾ, താരയെ പോലുള്ള ആളുകൾ, ഷാനിമോൾ ഉസ്മാനെ പോലുള്ള ആളുകൾ, ബിന്ദു കൃഷ്ണനെ പോലുള്ള ആളുകൾ, ഇവർക്കൊക്കെ നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് സാർ ആരും പറയാൻ മടിക്കുന്നത്. നമ്മുടെ നാടത്ര സേഫ് അല്ലെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ? സ്ലട്ട് ഷേമിംഗ് നടത്തുന്ന ഈ വർഗങ്ങൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ, അവരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ കേരളത്തിൽ പിന്നെ ഈ പ്രസ്ഥാനമൊന്നും ബാക്കി ഉണ്ടാവില്ല. അത്രമാത്രമേ പറയുന്നുള്ളൂ. പിന്നെ നമുക്കെതിരെ വ്യാജരേഖയുമായിട്ട് കുറെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഇടുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ മിനിമം വൃത്തിക്കെങ്കിലും എഡിറ്റ് ചെയ്തിടണേ ചേട്ടാ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ചില ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതിവരുടെ ഗൂഢതന്ത്രമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില സ്ക്രീൻഷോട്ടുകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ വോട്ടർ ID കാർഡും തലേ അജിത്തിന്റെ ചിത്രം വരെ എടുത്ത് വോട്ടർ ID കാർഡ് ഉണ്ടാക്കിയ ടീമല്ലേ. ഇതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇതിനും അപ്പുറം പ്രതീക്ഷിക്കുന്നുണ്ട്. വന്നാട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ,